കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരു പുതിയ സീസൺ തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ പേരാണ് അധികാരക്കളി. ഒരുപക്ഷെ ഈ കളി നമ്മുടെ നാട്ടിൽ മാത്രം കാണാൻ കഴിയുന്നതായിരിക്കാം. തിരഞ്ഞെടുപ്പ് അടുത്താലും ഇല്ലെങ്കിലും ഗ്രൂപ്പ് പോരുകൾക്ക് മാത്രം ഒരു അവധിക്കാലമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് കളികൾ ഒരു പുതിയ കാര്യവുമല്ല, നമുക്കും അത് പുതിയ കാര്യമല്ല. എന്നാൽ ഈ കളികളാണ് കാലങ്ങളായി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന പ്രധാന ഘടകം. അധികാരത്തിന് വേണ്ടിയുള്ള ഈ വടംവലികൾ തന്നെയാണ് അവരെ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം പുകച്ചു പുറത്തു ചാടിക്കുന്നത്. ജനങ്ങളെ സേവിക്കുന്നതിനേക്കാൾ പ്രധാനമായി നേതാക്കൾക്കിടയിൽ ആരാണ് വലുത് എന്ന ചോദ്യം വരുമ്പോൾ പാർട്ടി താഴെ പോകുന്നു. അധികാര കസേര സ്വപ്നം കണ്ട് നേതാക്കൾ നടത്തുന്ന ഈ കളി കാരണം പാർട്ടിയിൽ വലിയൊരു വിഭാഗം ജനങ്ങളെക്കുറിച്ചോ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ ചിന്തിക്കാതെ പോവുകയാണ്. ഇങ്ങനെ നേതാക്കൾ തമ്മിൽ പോരടിക്കുമ്പോൾ പാർട്ടി രണ്ട് തട്ടിലാകുന്നു. ഇത് പ്രവർത്തകർക്കിടയിലും വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. തങ്ങൾ ആരുടെ കൂടെ നിൽക്കണം, ആരെ പിന്തുണയ്ക്കണം എന്നറിയാതെ അവർ കുഴങ്ങുകയാണ്. ഇത് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ പൂർണ്ണമായും തകർക്കുന്നു. കളികൾ പുതിയ രൂപത്തിലാണ് ഓരോ ദിവസം കൂടുന്തോറും. അടുത്തിടെ നടന്ന ചില പ്രസ്താവനകൾ ഈ അധികാര വടംവലിക്ക് പുതിയൊരു മാനം നൽകിയിരിക്കുകയാണ്. കഴിവുള്ളവരെ മാറ്റി നിർത്തിയാലും അവർ സ്വയം മുന്നോട്ട് വരുമെന്ന് ചില നേതാക്കളൊക്കെ തുറന്നടിച്ചു. ഇതിനെ പലരും കാണുന്നത് ഒരു തന്ത്രപരമായ നീക്കമായിട്ടാണ്. മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് നടക്കുന്ന നേതാക്കൾക്കെതിരെയുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത്. ഈ പ്രസ്താവനകൾ കേട്ടപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അതായത് കോൺഗ്രസിലെ പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപം കൊള്ളുകയാണ്. നേതാക്കൾക്കിടയിലെ മത്സരബുദ്ധി രൂക്ഷമാവുകയാണ്. വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള നീക്കങ്ങളാണോ ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടക്കുന്നത്? പുതിയ നീക്കങ്ങൾ കാരണം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പ്രധാനികളായ ചില നേതാക്കൾ ഇപ്പോൾ പരസ്യമായും പ്രതികരിക്കാൻ മടിക്കുകയാണ്. കൂടുതൽ പ്രതികരണങ്ങൾ നൽകിയാൽ ആരോപണങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നതിന് തുല്യമാകുമെന്ന് അവർ ഭയപ്പെടുന്നു. ഈ നിശബ്ദത പോലും പുതിയ രാഷ്ട്രീയ ചലനങ്ങളുടെ സൂചനയാണ്. അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടം കേരളത്തിൽ UDF വിജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും കരുനീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് പലരും കരുതുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അവരുടെ നീക്കങ്ങൾക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നീക്കങ്ങൾ നടക്കുന്നത്. അതായത് ഇവിടെ ഒരു അധികാര വടംവലി നടക്കുകയാണെന്ന് വ്യക്തം. ഒരു നേതാവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ നിശബ്ദമാക്കുക എന്ന തന്ത്രമാണ് ചിലർ പയറ്റുന്നത്. ഇതൊക്കെ കാണുമ്പോൾ സാധാരണക്കാർക്ക് തോന്നിയേക്കാവുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് നടക്കുന്ന 4ഓളം നേതാക്കൾ കോൺഗ്രസിലുണ്ട്. ഈ പോരാട്ടം കോൺഗ്രസിനെ കൂടുതൽ ദുർബലപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ നേതാക്കളുടെ അധികാര കൊതിയാണ് ഇവർക്കൊക്കെ പ്രധാനം. പിന്നെ കോൺഗ്രസിലെ ഒരു നേതാവ് മറ്റൊരാളെ പുകഴ്ത്തുമ്പോൾ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ലക്ഷ്യം മറ്റെന്തെങ്കിലും ആകാം. അതായത് മുരളീധരന്റെയും VD സതീശന്റെയും കാര്യമാണ് ഈ പറയുന്നത്. അതൊരു രാഷ്ട്രീയ നീക്കമാകാം, പഴയ കണക്കുകൾ തകർക്കാനുള്ള അവസരമാകാം. പുതിയ കാലത്തെ കോൺഗ്രസ് രാഷ്ട്രീയം പഴയതിലും കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കളികൾ ജനങ്ങൾക്ക് എന്ത് നേട്ടമെന്ന ചോദ്യം മാത്രം ഉത്തരമില്ലാതെ അവശേഷിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അധികാരത്തിന് വേണ്ടിയുള്ള പോരുകൾക്ക് ഒരു അന്ത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഈ ചർച്ചകൾ ഇപ്പോൾ വീണ്ടും ഗ്രൂപ്പുകളിലേക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. നേതാക്കൾ തമ്മിലുള്ള ഈ പോരുകൾ കാണുമ്പോൾ സാധാരണ ജനങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ ഇതൊക്കെ എന്നാണ് അവസാനിപ്പിക്കുന്നത് എന്ന്.